പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുട്ടികളെ, ഈ ദിവസം വാഗ്ദത്ത വചനം നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശബ്ദം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക പ്രിയമുള്ളവരെ, മോശയുടെ പ്രസംഗമാണ് നാം ഇപ്പോൾ ഈ വചനത്തിൽ മനസ്സിലാക്കുന്നത്. പൂർവികരുമായി ചെയ്ത ഉടമ്പടി ഒരിക്കലും വിസ്മരിക്കില്ല, അത് നടത്തും. വീണ്ടും വചനം പറയുന്നത് ദൈവം കരുണാമയനാണ്. കരുണ എന്ന് പറയുമ്പോൾ ആർദ്രതയാണ്. അപ്പോൾ ഈ ആർദ്രത നമ്മോട് ഒരിക്കലും കർത്താവ് വിസ്മരിക്കില്ല. പ്രത്യേകിച്ച് പാപത്തിൻ്റെ ബന്ധനത്തിൻ്റെ അവസ്ഥയിൽ ദൈവജനം പോയപ്പോൾ മോശ പറഞ്ഞതാണ്. വലിയ ആശ്വാസത്തിൻ്റെ ഒരു വചനമാണ്. പ്രത്യേകിച്ച് അബ്രാത്തോടും ഇസാഖോടും യാക്കോബും ചെയ്ത അതേ വാഗ്ദാനം, ആ വാഗ്ദത്തം നമുക്ക് കർത്താവ് തരും. ഒറ്റ കണ്ടീഷൻ മാത്രം, അനുതാപത്തോടുകൂടി ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ അരികിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഈ ദൈവത്തിൻ്റെ കരുണ എന്നത് ആർദ്രതയുടെ ഒന്നാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, യാതൊരുമായ സ്നേഹവും കരുണയും സ്വീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വാഗ്ദത്ത പേടകം ഇതിലേക്ക് സമർപ്പിക്കുക. ഇതാ നിങ്ങൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും അച്ഛൻ അൽത്താരയ്ക്ക് സമർപ്പിക്കുന്നു. മറക്കണ്ട, ആർദ്രത, കരുണയുടെ കർത്താവ് നമ്മുടെ കരുണ കാണിക്കും. നമ്മൾ കൽപ്പനയിൽ നിന്നും അകലുമ്പോഴും ദൈവസ്നേഹത്തിലേക്ക് അനുതാപത്തോടെ മടങ്ങി വന്നാൽ കർത്താവ് നമ്മെ സ്വീകരിക്കും. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് ഈശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.